എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, അടുത്ത എക്സാം 23-ാം തീയതി നമ്മുടെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മുടെ EVS ആണ്. സോ EVSന്റെ കുറേ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രിപ്ഷൻ ഓൺ ദി ആർട്ട് ഫോം ഓഫ് കേരള ആർ ഇൻക്ലൂഡഡ് ഇൻ ചിനൂസ് സ്കൂൾ മാഗസിൻ. ദ പിക്ചേഴ്സ് ഓഫ് ദി ആർട്ട് ഫോം ഇൻ ദി മാഗസിൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ നെയിം ഓഫ് ദി ആർട്ട് ഫോം ആസ് എ ഹെഡിങ് ആൻഡ് നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ചിന്നുവിന്റെ സ്കൂൾ മാഗസിനിൽ അല്ലെങ്കിൽ സ്കൂൾ മാസികയിൽ കേരളത്തിലെ കലാരൂപങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസികയിലെ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ. ചിത്രം നോക്കിയിട്ട് കലാരൂപത്തിന്റെ പേര് തലക്കെട്ടായിട്ട് വരുന്ന രീതിയിൽ പ്രത്യേകതകൾ എഴുതുക. അപ്പൊ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. 3 കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ്. ഏതൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഏതാണ്? യെസ്, ഇതാണ് നമ്മുടെ മാർഗംകളി. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയും ഇത് വട്ടപ്പാട്ടാണോ എന്ന്. പക്ഷെ ഇതാ വട്ടപ്പാട്ടല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ കോലുകളുണ്ട്. ദാറ്റ് മീൻസ് ഇത് കോൽക്കളിയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ തിരുവാതിര. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കണം, കുറച്ച് സ്പെഷ്യാലിറ്റീസ്, കുറച്ച് സവിശേഷതകൾ പഠിക്കണം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാർഗംകളി നോക്കാം. മാർഗംകളിയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ നടുവിൽ നമ്മൾ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തു മത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് നമ്മൾ മാർഗംകളിക്ക് ആലപിക്കുന്നത്. മാർഗംകളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. മാർഗംകളി നിലവിളക്ക് ഈസ് ലൈറ്റഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദി മിഡിൽ, സെന്ററിൽ, അതായത് മിഡിലിൽ നിലവിളക്കുണ്ട്. സോങ് ദാറ്റ് ഡിസ്ക്രൈബ് ദി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഹിസ് സങ് ഫോർ മാർഗംകളി. ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്തു മത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണിത്. ദ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ചട്ട ആൻഡ് മുണ്ട്. ഇനി അടുത്തത് വട്ടത്തിൽ നിന്ന് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ തമ്മിൽ അടിച്ചു കളിക്കുന്ന കലാരൂപമാണ് നമ്മുടെ കോൽക്കളി എന്ന് പറയുന്നത്. കോൽക്കളി ഈസ് ആൻ ആർട്ട് ഫോം വേർ ദ പെർഫോമേഴ്സ് ഡാൻസ് ഇൻ എ സർക്കിൾ ആൻഡ് ദേ സിംഗ് ടുഗദർ ആൻഡ് ഡാൻസ് ടു ദ റിതം ഓഫ് ദി സോങ്, ബീറ്റിംഗ് ദ സ്റ്റിക്ക് ഇൻ എ ട്യൂൺ വിത്ത് ദ സോങ്. അതായത് അവര് ആ സോങ്ങിനനുസരിച്ച് അവരുടെ കയ്യിലുള്ള ആ കോലുകൾ ഇങ്ങനെ, കോൽക്കളി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കലാരൂപമാണ്. ഓക്കെ, ആ കോലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കോലുകൾ തമ്മിൽ അടിച്ചു കളിക്കുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ കോൽക്കളി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മുടെ തിരുവാതിരയാണ്. തിരുവാതിര എപ്പോഴാണ് നമ്മൾ കൊണ്ടാടുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തിരുവാതിര അവതരിപ്പിക്കുന്നത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിയാണ് ഇത് കളിക്കുന്നത്. തിരുവാതിരയ്ക്ക് നമ്മൾ കേരളീയ വേഷമാണ് ധരിക്കുന്നത്. തിരുവാതിരക്കളി is a group dance performed by the women. It is performed as part of the Tiruvadira celebration in the month of Dhanu. For Tiruvadirakali, the dancers wear the traditional costume of Kerala. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ EVSൽ ആർട്ട് ഫോംസിനെ പറ്റി പഠിക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, വിട്ടുപോയത് പൂരിപ്പിക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്? സ്പിന്നിങ് ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ സ്വയം കറക്കം, ഇവിടെ നമുക്ക് പൂരിപ്പിക്കണം. ഇവിടെ 24 ഹവർ 24 മണിക്കൂറിന് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. റവല്യൂഷണറി പരിക്രമണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെയായിരിക്കും? സ്പിന്നിങ് ഓഫ് എർത്ത്, ഭൂമിയുടെ സ്വയം കറക്കം എന്ന് പറയുന്നത് ഏതാണ്? റൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഭ്രമണമാണ്. അതിന് നമ്മൾ എടുക്കുന്ന ടൈമാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. അടുത്തത് റെവല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് റെവല്യൂഷൻ? ദ മൂവ്മെന്റ് അറൌണ്ട് ദി സൺ ഇൻ അഡീഷൻ വിത്ത് റൊട്ടേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്താണോ പഠിച്ചത് അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. മൂവ്മെന്റ് അറൌണ്ട് സൺ ഇൻ അഡീഷൻ വിത്ത് റൊട്ടേഷൻ, അതായത് ഭൂമി ഭ്രമണം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ സൂര്യന് ചുറ്റും ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതിവിടെ എഴുതാനുള്ളൊരു ടൈമില്ലാത്തത് കൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവല്യൂഷൻ. അതിനെടുക്കുന്ന സമയം എത്രയായിരുന്നു? 365 ദിവസം, ഡേയ്സ്, അല്ലെങ്കിൽ 1 ഇയർ. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ ആൻഡ് ഭ്രമണം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ കേട്ടോ, തിങ്കളാഴ്ച 7 മണിക്ക് വരാൻ പോകുന്ന നമ്മുടെ മെഗാ മാരത്തോണിൽ നിങ്ങൾ നല്ല രീതിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കായിട്ട് നമ്മുടെ സ്വന്തം പ്രാണ എൻ ഗെയിം ബാച്ച് വന്നിട്ടുണ്ട്. എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കംപ്ലീറ്റ് റിവിഷൻ ബാച്ച് ആണെങ്കിൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാംസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു, എന്താണ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് നമുക്ക് ഈ പറയുന്നത് പോലെ ക്രിസ്മസ് എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ,
പഠിച്ചോളൂ. ഇനി നമുക്ക് LSS വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ LSSന് വേണ്ടിയൊക്കെ എങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ പഠിക്കണം, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി കുറച്ച് ടിപ്സും കുറച്ച് ട്രിക്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് 27-ാം തീയതി കേട്ടോ. സോ നിങ്ങൾ 27-ാം തീയതി ഒരു വെബിനാർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും ഫുൾ സെറ്റ് ആക്കുക, ഫുൾ പവർ ആക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.